മുണ്ടക്കയം 31 മൈൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെയർ മൈൽത്തടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യന് സ്വീകരണവും കേരളത്തിൽ ആദ്യമായി ഒരു വാർഡ് കേന്ദ്രീകരിച്ച് ആരംഭിച്ചിരിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ ഉദ്ഘാടനവും നടന്നു. മുണ്ടക്കയം 31 മൈൽ CMS LP സ്കൂളിന് സമീപമാണ് കെയർ മൈൽത്തടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യൻ നിർവഹിച്ചു. തുടർന്ന് CMS മൈലത്തടിക്കൽ LP സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് കെയർ മൈലത്തടി ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ജോസഫ് പി ഡേവിഡ് സ്വാഗതം ആശംസിച്ചു. കെയർ മൈലത്തടി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ റോയി കപിലുമാക്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പറയുമ്പോൾ നമ്മൾ പോരായ്മകൾ കാണുന്നത് ഇവന്ച്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ഷോഭം പോലെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ബഹുമാനായ നമ്മുടെ MLA-ക്ക് നമ്മളൊരു നിവേദനം സമർപ്പിക്കുന്നുണ്ട്. നിവേദനം MLA അറിയാൻ വേണ്ടി പറയുകയാണ്. 2018 പ്രളയത്തിലും 2021 പ്രളയ സമാനമായ ഒരു ഉരുൾപൊട്ടലുകളുടെ ഒരു ശൃംഖലയായിരുന്നു. ചടങ്ങിൽ പൂഞ്ഞാർ MLA-ക്ക് സ്വീകരണവും നൽകി. സ്വീകരണ സമ്മേളനം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷമീർ ഉദ്ഘാടനം ചെയ്തു. അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് നോക്കി നിൽക്കാതെ വളരെ മുൻപേ തന്നെ അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്നതിനെ കുറിച്ച് ഇപ്പോഴേ ആലോചിച്ച് ഒരു കാലവർഷം ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ഒരു എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട റോയ് സാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോയ് സാറിന് വളരെ ഭാവനാപൂർവ്വം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹം ഒരു ഈ സൈനികനായ ജോലി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് സൈനികൻ എന്നുള്ള വാക്കിന്റെ ഉദ്ദേശം മോഹൻലാലൊക്കെ കേണലിനൊക്കെ പറയുന്ന പോലെ അതിന്റെ ഓരോ പദവിയെക്കുറിച്ച് കൃത്യമായി അറിയില്ലാത്തതോടെ ഞാനങ്ങനെ മലയാള വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ കമാൻഡോ എന്ന് പറഞ്ഞത് അതെന്ന് പറഞ്ഞാല് MLA വേണമെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ MLA വേണമെങ്കിലും വെടിവെക്കാൻ കഴിയുന്ന ഒരു പദവിയാണ് കമാൻഡോ. അപ്പം ഞാനത് ഓർപ്പിക്കാറ്. MLA ഓർപ്പിച്ചുള്ളത് പറയുക, MLA വേണമെങ്കിലും വെടിവെക്കാൻ വേണ്ടി ഉത്തരവില്ലാതെ വെടിവെക്കാൻ ഒരു പോസ്റ്റ് കമാൻഡ്. അപ്പം ആ പോസ്റ്റിൽ ജോലി ചെയ്യാനാണ് അദ്ദേഹത്തിന് ഗൗരവം വളരെ നന്നായി അറിയാം. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ കെയർ മൈലത്തടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓർഗനൈസ് ചെയ്യണമെന്ന് തീർച്ചയായും ഒരു ചിട്ടയുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു ചിട്ടയാണ്. റോയ് സാറിനെ സംബന്ധിച്ച് ആ ഒരു ചിട്ടയുണ്ട്. പക്ഷേ ആ ചിട്ട പലപ്പോഴും രാഷ്ട്രീയത്തിൽ എടുക്കുമ്പോൾ അത് ചെറിയ തന്നെ വരും അല്ല സാറേ. അതുകൊണ്ട് നല്ല എന്താ പറയുക തീരുമാനമുണ്ട് കാര്യങ്ങൾക്ക്. അത് കാരണം അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അധ്യാപകർ നമ്മളൊരു സ്ഥാനത്ത് ഇരുത്തുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് മുഴുവൻ അധ്യാപകര് പ്രസിഡന്റും ഡയറക്ടറും വളരെ 9:30 ബാങ്ക് തുറക്കുമെങ്കിൽ 8:30 തന്നെ ചില സാറന്മാർ വന്നിരിക്കും. അവിടെ സ്റ്റാഫിന്റെ കാര്യം ഡീറ്റെയിൽസ് എല്ലാം അനുസരിച്ചിട്ടായ പ്രവർത്തനം. ഞാൻ പറഞ്ഞ സമൂഹത്തിന് അത് വലിയ ഗുണമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി പ്രോജക്റ്റ് ഓർഗനൈസ് ചെയ്യുമ്പം അതിന് അകത്ത് ഇവിടുത്തെ മൊത്തം ജനങ്ങൾ കരുതുന്നത്. ഇപ്പൊ ഈ രാജ്യത്തെ 2 വലിയ ഇതുപോലെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഭവമുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റിയോടെ പ്രൊമോട്ട് ചെയ്യുന്ന നന്മക്കൂട്ടം എന്ന് പറഞ്ഞ ടീം എമർജൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് വണ്ടിയും സർവ്വ സംവിധാനമുണ്ട്. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പെരുവന്താനം സെന്റ് ആനീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി ആദരിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് മൈലത്തടിക്കൽ വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈലത്തടിക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് P.G. രാജ നിർവഹിച്ചു. ചടങ്ങിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്നു മറ്റക്കര, VT അയൂബ് ഖാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ ജോൺ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം TJ ജോൺസൺ, KS രാജു, അബു ഉബൈദത്ത്, റാസി ഉസ്താദ് തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു.